ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അജയനും അമ്മച്ചിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറെ കൂടെയല്ല, പല്ല് ഡോക്ടറുടെ അടുത്തേക്കാണ്. അപ്പോൾ UK കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞാൻ ഇടയ്ക്ക് പല്ലുവേദനയൊക്കെ വരുമ്പോഴും കാണിക്കാതെ വെച്ചേക്കുമായിരുന്നു. കാരണം നമുക്കിവിടെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല പൈസയാവും. അതുകൊണ്ട് പിന്നെ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് എഴുതി വെച്ച കാര്യമായിരുന്നു പല്ല് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, അജയനും ഉണ്ടായിരുന്നു കാണിക്കാൻ. അപ്പോഴാണ് അമ്മച്ചി പറയുന്നത് അമ്മച്ചിക്കും പല്ലുവേദന തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളപ്പോൾ എല്ലാവരും 3 പേരും കൂടെ കൂടിയിട്ട് പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. ഇതിപ്പോൾ നമ്മുടെ വീടിന് മുമ്പിലായിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള റോഡാട്ടോ, ആലംവെട്ട് വഴി എന്ന് പറയും. ഈ റോഡ് നേരെ ചെന്ന് കുറുക്കഞ്ചേരിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. അവിടെ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് എലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മിനിറ്റ് വണ്ടിക്ക് അത്ര കഷ്ടമുള്ളൂ കേട്ടോ. ആ റോഡാണ് ഈ കാണുന്നത്. ആ നേരെ കാണുന്നതാണ് എലൈറ്റ് ഹോസ്പിറ്റൽ. തൃശ്ശൂരിലെ ഒരു ഫേമസ് ഹോസ്പിറ്റലാണ് എലൈറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പല ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പറയും നടക്കാവുകാരൻ ഡോക്ടർ എന്ന് പറയും. ആ ഡോക്ടറുടെ അടുത്താണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. മിക്കവാറും എൻ്റെ 1-2 പല്ലിന് റൂട്ട് കനാൽ വേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതുപോലെ ഇടയ്ക്ക് വേദന വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അത് പല്ലിൻ്റെ ഇടയിലേക്ക് കയറുന്ന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കുറുക്കഞ്ചേരിയിലുള്ള ജംഗ്ഷനാട്ടോ. എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ ഫേമസ് ജയ ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡാട്ടോ അവിടെ കിട്ടുന്നത്, ഞങ്ങൾ മേടിക്കാറുണ്ട്. അത് നമ്മുടെ എലൈറ്റ് ഹോസ്പിറ്റൽ. പിന്നെ അതിൻ്റെ സൈഡിലൂടെ വരുമ്പോഴാണ് നമ്മുടെ നടക്കാവുകാരൻ ഡോക്ടറുടെ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും എപ്പോഴും വിളിച്ചാലും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ വേറൊരു ദിവസത്തേക്കായിട്ട് തരും. അപ്പോൾ ആദ്യം ഞങ്ങൾ 2 പേരും ഇവിടെ ഇറക്കി വിട്ടു. അജയേട്ടൻ പിന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എക്സ്റേക്ക് ഡോക്ടറിനെ കണ്ടു, എക്സ്റേക്ക് എഴുതി തന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന കേട്ടോ ചിയാരം വില്ലേജ് ഓഫീസ്. ഒരു മതിലാണ് ഞങ്ങൾ. അപ്പോൾ മാത്തപ്പനും മാൾക്കുട്ടി എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഷോപ്പിങ്ങിന് പോകാനെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മെയിനായിട്ട് നമ്മുടെ മാത്തുക്കുട്ടൻ്റെ ഹോളി കമ്മ്യൂണിയന് നമുക്ക് ഡ്രസ്സ് എടുക്കണം, കോട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ആദ്യത്തെ ഷോപ്പിംഗ് കേട്ടാ. ആശിച്ചിനെ പറപ്പിക്കാൻ പോകുന്നത്. ജോഷ, അമ്മച്ചി, മാത്തപ്പൻ, മാളു. ഇഷ്ടംപോലെ അകത്ത് പാർക്കിംഗ് ഉണ്ടാവൂലോ. കാഴ്ചപ്പിന്റെ സാധനങ്ങൾ മേടിക്കുന്ന കാഴ്ചപ്പിന്റെ കാഴ്ചപ്പ് കൊടുക്കണ്ടേ വെക്കണ്ടേ. ഡാഡാ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി. പിന്നെ അപ്പച്ചനോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാം നോക്കി. എന്നിട്ട് ഞങ്ങൾക്ക് സാരി ഒന്നും കിട്ടിയില്ല കേട്ടോ.
മാത്തുക്കുട്ടൻ്റെ കോട്ടും കിട്ടിയില്ല. അല്ലാണ്ട് നമ്മൾ ഇടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നു. ഇനി അതിനായിട്ട് നാളെ പിന്നെയും നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ തൃശ്ശൂരിലൂടെയാണ്, തൃശ്ശൂരിലെ കാഴ്ചകളാണ്, രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത്. റൗണ്ടിലിൻ്റെ മൈതാനത്തിൻ്റെ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ എടുക്കാം കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് തൃശ്ശൂർ റൗണ്ടിലൊന്ന് എടുക്കണം എന്നുണ്ട് എനിക്ക്. അപ്പോൾ അതൊരു ദിവസം പോയിട്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ എടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ കിട്ടി ഞങ്ങൾക്ക്. നാട്ടിൽ ഇടയ്ക്കൊരു മഴ പെയ്യുക, പെട്ടെന്ന് മഴ പെയ്തു, പെട്ടെന്ന് പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി നാളത്തെ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കൂ. ബൈ.